ശരത്തെ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് പോലും നീ പഠിക്കാൻ കോളേജിലേക്ക് വന്നിട്ട് ഇതുവരെ എത്തിയില്ലേ? നീ പഠിക്കാൻ മിടുക്കനാ. നിനക്ക് അറ്റൻഡൻസിന്റെ കുറവ് പറഞ്ഞിട്ട് ഞാൻ പരീക്ഷയിൽ നിന്ന് നിന്നെ പിന്മാറ്റിപ്പിച്ചു. നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റും ശരത്തെ. നീ പരീക്ഷ എഴുതിക്കോ. ഞാൻ എല്ലാ പേപ്പറും ശരിയാക്കി തരാം. കൂട്ടുകാരെ, ഇന്ന് സച്ചിയേട്ടൻ്റെ ഐഡിയ ഏറ്റു. ശരത്തിനെ പ്രിൻസിപ്പാൾ പരീക്ഷ എഴുതാൻ സമ്മതിച്ചു. ആ എപ്പിസോഡാണ് ഇന്ന്. സച്ചിയുടെ രേവതിയുടെയും ഡ്രാമ കാരണം ശരത്തിൻ്റെ പരീക്ഷ എഴുതുവാനുള്ള അനുമതി കിട്ടിയിട്ടുള്ള എപ്പിസോഡാണെന്ന്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ചെമ്പനിൽപ്പൂവിലേക്ക് സ്വാഗതം. സച്ചി രേവതിയും കൂടി ശരത്തിന് വേണ്ടി സംസാരിക്കാൻ കോളേജിലെത്തുകയും പക്ഷെ കോളേജിലെത്തിയ സച്ചി രേവതിയെ നോക്കുക പോലും ചെയ്യാതെ പ്രിൻസിപ്പാൾ പോയി അവിടുന്ന്. അപ്പോൾ സച്ചി പറയേണ്ട മുഖത്തേക്കൊന്നും പോലും നോക്കിയില്ലല്ലോ അദ്ദേഹം എന്ന് പറയുമ്പോൾ പിയൂണ് പറയേണ്ട അദ്ദേഹം ഇങ്ങനെയാണ്, കുറച്ചു കാലമായിട്ട് അദ്ദേഹം ഇങ്ങനെയല്ല അദ്ദേഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അദ്ദേഹം ഇങ്ങനെയാണ്. അപ്പോൾ അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയാണ് അദ്ദേഹത്തിൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തത് വലിയൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് മോളുടെ ഭർത്താവ് ഒരു വലിയ കുടിയനായിരുന്നു. കുടിച്ചിട്ട് മോളുടെ ജീവിതമാകെ നശിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞ 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് തിരിച്ച് വീട്ടിലേക്ക് എത്തി എന്നൊക്കെ പറയാണ്. ആ ഒരു ഷോക്കിലാണ് അദ്ദേഹം. ഇപ്പം ആരോടും അധികം സംസാരിക്കാറില്ല, ആരോടൊന്നും മിണ്ടാറില്ല, എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ് അദ്ദേഹത്തിന്. ഇത്രയും വലിയ കാശും പണമൊക്കെ ഉണ്ടായിട്ട് സ്വന്തം മോളുടെ സ്ഥിതി ഈ അവസ്ഥയിലായ ആ ഒരു ഷോക്കാണ് അദ്ദേഹത്തിന് പറ്റിയത്. അതിന് മുൻപ് അദ്ദേഹം എല്ലാവരോടും ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ശരത്തിനെ പരീക്ഷ എഴുതിക്കാൻ പറ്റില്ലേ സാറേ ചോദിക്കുകയാണ് പിയൂണിനോട് രേവതി. എനിക്ക് തോന്നിയില്ല, സംശയമാണ്. ഇദ്ദേഹത്തിൻ്റെ വീട് എവിടെയാ ചോദിക്കുക സച്ചി. അപ്പോൾ പറയും അതെ ആ നഗറിലെ ഫസ്റ്റുള്ള വീടാണ്, നിങ്ങൾ അവിടെ പോയിട്ടും കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുന്നൊന്നും എനിക്ക് തോന്നിയില്ല പറയണേ. ഓക്കെ ശരി, എന്നാൽ ഞങ്ങൾ പോവാൻ വേണ്ടിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് പോരുകയാണ്. പോരണ വഴിക്ക് സച്ചി പറയാണ് രേവതിയോട്, രേവതി ശരത്തിന് നമുക്ക് പരീക്ഷ എഴുതിക്കണ്ടേ? ഇപ്പൊ രേവതി പറയാണ് സച്ചിയേട്ടാ പറ്റില്ല എന്നല്ലേ പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ശരത്തിനോട് പരീക്ഷ എഴുതാനുള്ള തീരുമാനമായിട്ട് ഞങ്ങൾ വരുള്ളൂ എന്നല്ലേ സച്ചിയേട്ടൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ ശരത്ത് പരീക്ഷ എഴുതി രേവതി, അതിനുള്ള ഒരു ഐഡിയ എനിക്ക് വരുന്നുണ്ട്. അതെന്താ? അദ്ദേഹത്തിന്റെ മോളുടെ ഭർത്താവ് കുടിയനാന്നല്ലേ പറഞ്ഞത്, ആ ഒരു ഐഡിയ കൂടെ നമുക്ക് നീങ്ങാം. അപ്പം അതെങ്ങനെ സച്ചിയേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ വൈകിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം നിന്നോട് പറയാം. ശരി വാ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിനെയും കൂട്ടിയിട്ട് സച്ചി പോവാണ്. സച്ചി പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സുധിയുടെ കടയാണ്. സുധിയുടെ കടയിൽ സെയിൽ തീരെ കുറവാണ്. സുധി ഇങ്ങനെ ഏച്ചായിട്ടിരിക്കേണ്ട, ഈശ്വര സെയിലൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കട പൂട്ടേണ്ടി വരുമല്ലോ എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ കയറി വരികയാണ്. അത് വേറെ ആരുമല്ല, കുറച്ച് ദിവസം മുമ്പ് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ 11 ലക്ഷം രൂപയുടെ സാധനങ്ങൾ എടുക്കാന്ന് പറഞ്ഞ കൊട്ടേഷൻ കൊടുത്ത ആളുണ്ടായി. അയാളാണ് കയറി വരുന്നത്. കയറി വരുമ്പോൾ സുധീനെ കാണുമ്പോൾ ഹായ് എന്ന് വിളിക്കുമ്പോൾ സുധി താനെന്തിനാ ഇവിടെ വന്നേ? അപ്പൊ സുധിക്ക് ഇതൊക്കെ ഓർമ്മ വരികയാണ്. അയാൾ 11 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ബില്ലിട്ടതും ലോട്ടറി അടിച്ചിട്ട് വന്നിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞതൊക്കെ. താൻ എന്തിനാ അങ്ങോട്ട് വന്നേ? കടന്നു പോടോ, താൻ എന്തിനാ എൻ്റെ കടയ്ക്ക് കയറി വന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് പറഞ്ഞില്ലേ നിന്നോട്, എനിക്ക് ലോട്ടറി അടിച്ചു 5 കോടി രൂപ. അന്ന് നീ എന്നെ പുച്ഛിച്ച് പറത്തി വിട്ടു. ഞാനാണടാ എന്നാ ഭാഗ്യവാൻ, എനിക്കാണടാ ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്നത്. അയ്യോ സാറിന് ലോട്ടറി അടിച്ചോ? സാർ വരൂ സാർ, എൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാം സാർ. നീ എനിക്കന്ന് കൊട്ടേഷനൊക്കെ എഴുതിയിട്ട് നീ എന്നെ അപമാനിച്ചു വിട്ടില്ലേ? ഞാൻ വേറൊരു കടയിൽ കൊട്ടേഷൻ കൊടുത്തു. ഞാൻ സാധനങ്ങളൊക്കെ ആ കടയിൽ നിന്ന് എടുക്കണം, നിൻ്റെ കടയിൽ നിന്ന് എടുക്കണില്ല. അങ്ങനെ പറയരുത് സാറിന് ഞാൻ നല്ല ഡിസ്കൗണ്ട് തരാം സാർ വന്ന് സാധനങ്ങളൊക്കെ നോക്കൂ സാർ വരൂ സാർ, ഞാനന്ന് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞിട്ട് സുധി അയാളോട് കെഞ്ചാണ്. ഞാനേ എടുത്ത ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ് മാറ്റിവെച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതടിക്കുമ്പോൾ എന്തായാലും എനിക്കാവും ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാണ് അയാൾ. അപ്പോൾ സുധി താൻ വീണ്ടും എന്നെ പറ്റിക്കാമെന്നൊക്കെ കടന്നു പോടാ എന്ന് പറഞ്ഞിട്ട് സുധി അയാളെ പിടിച്ച് പുറത്താക്കുമ്പോൾ അയാൾ പറയണം നീ ഇതിനെ അനുഭവിക്കടാ, നിൻ്റെ കട പൂട്ടറാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശപിച്ചിട്ട് അയാൾ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ സുധി വിചാരിക്കണം ഈശ്വര ഇത് എന്തൊരു കഷ്ടമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് സുധിയുടെ കൂട്ടുകാരെ ആനന്ദ് കയറി വരാണ്. എന്താ സുധി, ഏതാ പ്രാന്തൻ? അയാൾ എന്തിനും ഇങ്ങോട്ട് വന്നാൽ ഒന്നും പറയണ്ട, അയാൾ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അത് അടിച്ച് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സാധനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടേഷൻ തന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രാന്ത് കാണിച്ചിട്ട് പോയ അയാൾ ഇന്ന് വീണ്ടും വന്നേക്കാണെന്ന് പറയാം. എന്താ സുധി, എന്താ നിന്റെ മുഖത്തൊരു വിഷമം? ഒന്നും പറയണ്ട ബ്രോ, കച്ചവടം ഇല്ല, സെയിലാകാം, മോശം നിലയ്ക്കാണെങ്കിൽ ഞാൻ കട പൂട്ടേണ്ടി വരും. ചില്ലറ ബിസിനസ്സൊന്നും നടത്തിയിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോൾ നിനക്ക് രക്ഷപ്പെടാനുള്ളൊരു ബിസിനസ് അറിയാലോ, ചില്ലറ പൈസയുടെ ബിസിനസ്. നമ്മളന്ന് അമ്പലത്തിന് മുമ്പിലിരുന്ന് ചെയ്തില്ലേ, അത് ചെയ്യാലോ. എന്താ ബ്രോ, എങ്ങനെ ബ്രോയ്ക്ക് എന്നോട് ഇത് പറയാൻ തോന്നി എന്നൊക്കെ ചോദിക്കാണ് സുധി. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ ബ്രോയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റും ചോദിക്കുമ്പോൾ പറയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പുതിയ ഇത് തുടങ്ങേണ്ട, ഡീലർഷിപ്പ് കേരളത്തിൽ തുടങ്ങേണ്ട. അവർ ബോംബെയിലാണുള്ളത്, അവർ കേരളത്തിൽ തുടങ്ങുന്നുണ്ട്. അപ്പം ഞാൻ വേണമെങ്കിൽ ആ ഡീലർഷിപ്പ് നിനക്ക് മേടിച്ചു തരാം, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷേ ഞാൻ മേടിച്ചു തരാം, നിനക്ക് സമ്മതമാണെങ്കിലും എനിക്ക് സമ്മതമാണ് ബ്രോ, എനിക്ക് മേടിച്ചതാ ബ്രോ എന്നൊക്കെ പറയാൻ.
അപ്പോൾ ആ ശരി ഞാൻ സംസാരിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ അങ്ങനെ ആശ്വസിപ്പിക്കാൻ അങ്ങനെ ഒരു പുതിയ ഡീലർഷിപ്പിൻ്റെ കാര്യം സംസാരിക്കുകയാണ് സുധിയോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാര്യം ആനന്ദ് സുധി അല്ലാതെ വേറെ ആരോടും പറയണ്ടെന്നും ആനന്ദ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആനന്ദ് അവിടുന്ന് പോയി. പിന്നെ കാണിക്കുന്നത് രാത്രിയായി. സച്ചിയെ കാണാനില്ല. രേവതി ഇങ്ങനെ നോക്കുമ്പോൾ സച്ചി വന്നു, കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് രേവതിയെ വിളിക്കാൻ, ആ സച്ചിയേട്ട എന്താ അത്ര ലേറ്റായി, ഞാൻ വിളിക്കാൻ നിൽക്കായിരുന്നു പറയുമ്പോൾ അച്ഛൻ ഉറങ്ങി നിൽക്കുമ്പോൾ അച്ഛൻ ഉറങ്ങി പറയും, നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് പണികളുണ്ട് കഴിഞ്ഞിട്ട് വരാം, ഇങ്ങോട്ട് വാ ഒരു കാര്യം പറയട്ടെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വേണം രേവതിനെ. എന്നിട്ട് രേവതിയോട് പറയണം, നമ്മൾ പറഞ്ഞില്ലേ ശരത്തിനെ കൊണ്ട് പരീക്ഷ എത്തിക്കണം, അതിനുള്ള ഒരു ഐഡിയ ഉണ്ട് പറഞ്ഞില്ല, അത് പറയാനാ രേവതി എന്ന് പറയാണ്. എന്നിട്ട് സച്ചി മദ്യക്കുപ്പി പുറത്തേക്ക് എടുക്കുകയാണ്. മദ്യക്കുപ്പിയോ മദ്യോ വന്ന് നിങ്ങൾ വീട്ടിൽ വന്ന് മദ്യപിക്കാൻ തുടങ്ങിയോ? നിങ്ങൾക്ക് പുറത്തിരുന്നിട്ട് കഴിക്കുന്ന സ്വഭാവമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറേ കാലമായിട്ട് നിങ്ങൾ നിർത്തിയില്ല, അത് വീണ്ടും തുടങ്ങിയല്ലേ, ഇനി വന്ന് വീടൊരു ബാറാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ഇതിങ്ങനെ വിട്ട ശരിയാവില്ല, ഞാൻ അച്ഛനെ വിളിക്കട്ടെ. അച്ഛാ രേവതി നീ മിണ്ടാതിരിക്കെ, ഞാൻ വിളിക്കും, നിങ്ങൾ എന്താ വിചാരിച്ച? അത് ശരി ഇപ്പം അങ്ങനെയായോ? 24 മണിക്കൂർ ഓട്ടം പോണ ഒരാളോട് നിങ്ങൾ ഓട്ടം പോയിട്ട് ക്ഷീണിച്ചിട്ടല്ലേ വന്നിക്കണം, ഇന്ന് ഓട്ടം പോകണ്ടെന്നൊരു വർത്തമാനം പറയില്ല, കുടിക്കണം എന്നെ കുടിക്കണ്ടെന്ന് പറയുന്നേ അല്ലേ? അല്ല അപ്പം ഞാനൊരാവും പകലും കഷ്ടപ്പെടണം, എന്നിട്ട് ഞാൻ കുടിക്കുന്നുണ്ടോ ക്ഷീണം തീർക്കാൻ? ഇല്ലല്ലോ. നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാ സച്ചേട്ടൻ, നിങ്ങൾക്ക് നന്നായിക്കൂടെ? എടി നീ എന്തിനാടി മണ്ടത്തി ഇങ്ങനെയൊക്കെ പറയണ? വിട്ട് സച്ചി ചിരിക്കണം. എന്തിനാ നിങ്ങൾ ചിരിക്കണേ? ഇത് മദ്യമൊന്നല്ല, ഇതെന്താ ഇത് കോളയാ എന്നിട്ട് പറഞ്ഞിട്ട് ശരത്തിൻ്റെ എക്സാം എഴുതിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കണം സച്ചി രേവതിക്ക്. അപ്പോൾ രേവതി ചോദിക്കണം, ഇതൊക്കെ വർക്കൗട്ട് ആവോ സച്ചേട്ട? ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കണം, നമുക്ക് നേരെ വഴിക്ക് നീങ്ങിയാൽ പോരെ? പറ്റില്ല, നമുക്ക് ശരത്തിനെ കൊണ്ട് പരീക്ഷ എഴുതിക്കണ്ടേ, അവൻ പരീക്ഷ എഴുതണം രേവതി, അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ നീ അഭിനയിക്കണം. അപ്പോൾ ശരത്ത് അതേ വരുമ്പോൾ ശരത്തിനോട് ഒരിക്കലും പറയരുത് നാടകമാണെന്ന് പറഞ്ഞാൽ അവനും അതുപോലെ അഭിനയിക്കുക, അപ്പോൾ അതൊക്കെ ചീറ്റിപ്പോവും. അതുകൊണ്ട് നീ ശരത്തിനോട് പറയരുത്, ശരത്ത് അതേ വരണത് കാരണം ബാക്കി അവൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം, അതോടുകൂടി അവനെ പ്രിൻസിപ്പാൾ പരീക്ഷയ്ക്ക് ഇരുത്തും എന്നൊക്കെ പറയാണ് സച്ചി. എല്ലാം ശരിയായാൽ മതിയായിരുന്നു, നമ്മുടെ ശരത്തിന് വേണ്ടിയിട്ടല്ലേ സച്ചിയേട്ടാന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അതേന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പ്ലാനൊക്കെ തയ്യാറാക്കി. പിന്നെ പിറ്റേ ദിവസം പ്രിൻസിപ്പാളിൻ്റെ വീടിൻ്റെ മുമ്പിൽ വഴക്കൂടാണ്. സച്ചി ഇടിയോടിയിടി രേവതീനെ അടിയോടടി, എനിക്ക് താടി പൈസ താടി, എനിക്ക് കുടിക്കാൻ പൈസ കാട്ടി, നിന്നെ ഞാനിന്ന് കൊല്ലുടി, നിന്നെ ഞാൻ തല്ലി തവിടുപൊടിയാക്കി, അയ്യോ കാലമാട എന്നെ കൊല്ലണേ, നാട്ടുകാരെ ചേട്ടന്മാരെ ഓടിവായോ എന്നൊന്ന് രക്ഷിക്കുക എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ആൾക്കാർ കൂടിയുണ്ട്, പക്ഷെ ആരും പിടിച്ചു മാറ്റണമെന്നില്ല. ചിലർ വീഡിയോ എടുക്കണവരെയൊക്കെ സച്ചി ഓടിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പ്രിൻസിപ്പാളിൻ്റെ കാർ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് പ്രിൻസിപ്പാൾ വണ്ടിയിലിരുന്നിട്ട് ഇത് കാണുന്നുണ്ട് സച്ചി രേവതീനെ അടിക്കുന്നത്. അപ്പോൾ അയാൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് വാടി, നിന്നെന്ന് ഞാൻ കൊല്ലൂടി, എനിക്ക് കുടിക്കാനാടി, എൻ്റെ കുപ്പിയിലത്തെ കഴിഞ്ഞൂടി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും കുടിക്കാനാണ്. പക്ഷെ അത് കോളയെന്ന് നമുക്ക് മാത്രമേ അറിയില്ല, സച്ചിക്ക് രേവതിക്കും വേറെ ആർക്കും അറിയില്ല. അങ്ങനെ പ്രിൻസിപ്പാൾ ഇത് കാണുമ്പോൾ എന്താ അതിവിടെ എന്നൊക്കെ പറയും ആലോചിക്കുമ്പോൾ അടുത്ത് നിന്നാണ് സ്ത്രീ പറയും, എൻ്റെ സാറേ എത്ര നേരമായിന്നറിയാം ദുഷ്ടനെ ആ പെൺകുട്ടീനെ തല്ലാൻ തുടങ്ങിയിട്ട്, ആ പെൺകുട്ടി ആയതുകൊണ്ട് അവൻ്റെ കൂടെ ജീവിക്കണം, എന്തൊരു മനുഷ്യനവൻ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കണ സമയത്ത് രേവതിയോട് പറയാണ്, രേവതി വേറൊന്നും വിചാരിക്കട്ടോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ അടുത്തുനിന്ന് പറഞ്ഞിട്ട് രേവതിനെ തല്ലാണ്. അപ്പോൾ രേവതി അയ്യോ എന്നെ കൊല്ലണേ, എല്ലാവരും നോക്കി നിൽക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് പെട്ടെന്ന് ശരത്തിൻ്റെ ബൈക്ക് അതിനെ വരുന്ന. ശരത്ത് വണ്ടി നിർത്തിയിട്ട് എന്താ അത് രേവതി ചേച്ചിനല്ലേ സച്ചിയേട്ടാ എടുക്കണം? സച്ചിയേട്ടാ നിങ്ങൾ എന്താ ചെയ്യണേ? ഞാൻ നിങ്ങൾ മാറിയെന്നാണ് വിചാരിച്ചത്, നിങ്ങൾ മാറിയിട്ടില്ലേ, നിങ്ങൾ വീണ്ടും കൂടി തുടങ്ങിയ ആദ്യം വീട്ടിൽ വെച്ചിട്ടായിരുന്നു, ഇപ്പം നടുറോട്ടിൽ ഇട്ടിട്ട് തുടങ്ങി, എൻ്റെ ചേച്ചിയെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് പൊട്ട് സച്ചിനെ തടയാണ്. അപ്പോൾ സച്ചി ആരാടാ നീ, എന്താ നീ, ഇപ്പം എന്നെ ഓർമ്മയില്ലാണ്ടോ, എത്ര ലെവലായോ നിങ്ങൾക്ക്? സച്ചിയേട്ടാ എന്താ ഈ കാണിക്കണത്? നിങ്ങളെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണല്ലോ എൻ്റെ ചേച്ചി ജീവിക്കണത്, നിങ്ങൾക്ക് വീട്ടിൽ കുടിച്ചു വന്നിട്ട് എന്നെ നിങ്ങൾ ബഹളം ഉണ്ടാക്കാറുണ്ട്, ഇതിപ്പോൾ വന്ന് റോട്ടിലും അയ്യോ നാണക്കേടാക്കില്ല സച്ചിയേട്ടാ, നിങ്ങൾ ഞങ്ങളെ എന്തിനാ ഞങ്ങളെങ്ങനെ അപമാനിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ശരത്ത് കരയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ പ്രിൻസിപ്പാളിന് മനസ്സിലാവാണ്, ശരത്തിൻ്റെ സാഹചര്യം പ്രിൻസിപ്പാളിന് മനസ്സിലാവാണ്. അപ്പോൾ ശരത്ത് പറയാണ്, ഞാനേ എൻ്റെ ചേച്ചിക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കഷ്ടപ്പെടുന്നത്, പാർട്ട് ടൈം ജോലിക്ക് പോണതൊക്കെ, അത് കാലം കൊണ്ട് എനിക്ക് അറ്റൻഡൻസ് കുറഞ്ഞത്. ശരത്ത് ഇങ്ങനെ ഇന്ന് പരാതി പറയണം. ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ സാറിനെ കാണാണ്. സാറേ ശരത്തേ ഇത് നീ അല്ലേ ബികോമിന് പഠിക്കുന്ന ശരത്തല്ലേ? അതെ. ഇതാരെ ചോദിക്കുമ്പോൾ അതെൻ്റെ ചേച്ചിയാണ് സാറേ, ചേച്ചിയുടെ ഹസ്ബൻഡ്, അത് അദ്ദേഹം മുഴുവൻ കുടിയാണ്, അദ്ദേഹം ആദ്യം വീട്ടിൽ വെച്ചിട്ട് ഉപദ്രവം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ റോട്ടിൽ വെച്ചിട്ടും തുടങ്ങി, എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല സാറേ, എൻ്റെ ചേച്ചി ഞങ്ങൾക്ക് സ്വർണ്ണമൊന്നും ഇല്ല സാറേ, സ്വർണ്ണം പണമൊന്നും ഇല്ലാണ്ട് കെട്ടിച്ചയച്ചു സാറേ, എൻ്റെ അച്ഛൻ മരിച്ചു, ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത്, അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ദിവസം കോളേജിലൊന്നും വരാൻ പറ്റാതിരുന്നത്, എൻ്റെ ചേച്ചിക്ക് സ്വർണ്ണം ഒന്നും കൊടുത്തിട്ടില്ല, അത് കാരണം അമ്മായിമ്മയ്ക്ക് ചേച്ചിയെ ഭയങ്കര ദേഷ്യമായി,
എപ്പോഴും ചേച്ചീനെ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും സാറേ. ഇയാൾ കുടിച്ചിട്ട് വരാറുണ്ട്, എന്നും ചേച്ചീനെ ഉപദ്രവിക്കും. ഇതൊക്കെ കണ്ട് മടുത്തിട്ട് എൻ്റെ ചേച്ചിക്ക് കുറച്ച് സ്വർണം മേടിക്കണം, നല്ല നിലയിലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാ സാറേ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതൊക്കെ. അങ്ങനെ ശരത്തിൻ്റെ നിസ്സഹായാവസ്ഥയൊക്കെ സാറിനോട് പറയുമ്പോൾ സാറിന് മനസ്സിലാവാണ്. അപ്പോൾ രേവതി സച്ചിയും കൂട്ടിയിട്ട് ഇങ്ങനെ തല്ലണേൻ്റെ ഇടയിൽ പറയും, സച്ചിയേട്ടാ നമ്മുടെ പ്ലാൻ എന്താ വർക്കൗട്ട് ആവാത്ത, ആ വഴിക്ക് നീങ്ങണില്ലല്ലോ, ആവും രേവതി ആവും, ഇനി നമുക്ക് അഭിനയിക്കാം. അയ്യോ എന്നെ കൊല്ലണേ സാറേ, ഒന്ന് രക്ഷിക്ക് സാറേ, ഇവൻ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവനാ സാറേ, ഇവൻ കഷ്ടപ്പെട്ട് കാരണം ഇവൻ അറ്റൻഡൻസ് പോയിട്ടാണ് സാറേ, ഇവനിപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റാതെ എൻ്റെ മോനെ രക്ഷിക്കണേ സാറേ, എൻ്റെ മോൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജോലിക്ക് പോയത് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി ഓടിച്ചെന്ന് ശരത്തിനെ അനുകൂലിച്ചിട്ട് പ്രിൻസിപ്പാളിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ശരത്ത് പറയണ, സോറി സാർ, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലും ബുദ്ധിമുട്ടാക്കിയാലും സോറി സാർ പറയുമ്പോൾ, ശരത്തേ തൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത്രയും സിറ്റുവേഷൻ ഉണ്ടായിട്ടും താൻ കോളേജിൽ വന്നില്ലേ, പഠിച്ചില്ലേ, താൻ മിടുക്കനായി പഠിക്കണില്ലേ, ഒരു കാര്യം ചെയ്യും, തൻ്റെ പരീക്ഷ എഴുതാനുള്ള പെർമിഷൻ ഞാൻ തരാം, തനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പറും ഞാൻ ശരിയാക്കി തരാം, തനിക്ക് എക്സാം എഴുതാട്ടോ, താൻ കോളേജിലേക്ക് പോരെ എന്ന് പറയാണ് പ്രിൻസിപ്പാൾ. അപ്പൊ ശരത്ത് താങ്ക് യു സാർ പറഞ്ഞിട്ട് ശരത്ത് കരയണം. അപ്പൊ രേവതി സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്, നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയി തുടങ്ങി എന്ന് പറയണതിൻ്റെ ഇടയിൽ പ്രിൻസിപ്പാൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു സൂത്രം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചിട്ട് പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേവതി സച്ചിയും കൂടി സന്തോഷത്തിലാണ്. ശരത്തിന് എക്സാം എഴുതാന്ന് പറഞ്ഞില്ല, സച്ചേട്ടാ പ്ലാൻ ജയിച്ചു എന്നിട്ട് ഇവരിങ്ങനെ സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയോട്, സച്ചേട്ടനാണ് പോലീസിനെ ഞാൻ വിളിച്ചിട്ടില്ലേ, നീ വിളിച്ചു? ഞാനല്ല, ഇവരെ ആരാ വിളിച്ചേ എന്നിങ്ങനെ ചോദിച്ചിട്ട് രണ്ടുപേരും പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ക്ലൈമാക്സ് വരുന്നത്. അടിപൊളി ത്രില്ലിങ് എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.